എന്താണ് മച്ചാമാരെ, സുഖമല്ലേ? ഇന്നിപ്പോ ഒരു സൺഡേ ആയിട്ടേ നമ്മളെല്ലാരും കൂടി കുറച്ച് കുക്കിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണായിരുന്നു. പക്ഷേ എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോഴേക്കൂലേ ഏകദേശം കുറെ സമയമായിട്ടാ. പിന്നെ ഒന്നും നോക്കിയില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ എൻ്റെ ഒരു തട്ടിക്കൂട്ട് റെസിപ്പി അങ്ങോട്ട് എടുത്ത്. ഇതിപ്പോൾ 2.5 കിലോ ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം കഴുകിയതാണ് കേട്ടോ. ഇനി അവസാനത്തെ കഴുകലിന് മുന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. കുറച്ച് ചൊറുക്കയും കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ടിട്ടേ നല്ലപോലെ അടിച്ച് തിരുമ്പി കഴുകി അങ്ങോട്ട് എടുക്കോട്ടാ. അത് കഴിഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം കൂടി കഴുകാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വാറ്റക്ക് വെക്കും. വെള്ളം പോയി കഴിയുമ്പോൾ പിന്നെ ഞാൻ അതിൽ മസാല പുരട്ടാൻ വെക്കും. അതിന് മസാലകൾ ആഡ് ചെയ്യണത് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കറി മസാല, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഒരു ഹൈപ്പിന് വേണ്ടി ആഡ് ചെയ്യണം കേട്ടോ. കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്ടാ. വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, നമ്മൾ എന്തായാലും കറി മസാല ആഡ് ചെയ്യണ്ടല്ലോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി എരിവനുസരിച്ച് ആഡ് ചെയ്താൽ മതിട്ടാ. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ടിട്ടാൽ മതിട്ടാ. ഇനിയിപ്പോൾ ഉള്ളി വാട്ടുമ്പോഴും കറി വെക്കുമ്പോഴൊക്കെ ഉപ്പ് നമ്മൾ ഇനി ഇടുമല്ല, അപ്പം നോക്കിയിട്ട് കുറച്ചിട്ടാൽ മതി. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ട് തിരുമ്പണം. ഇതൊക്കെയാണ് എൻ്റെ റൂംമേറ്റ്സ്. ഇവരെയൊക്കെ വഴിയെ പരിചയപ്പെടുത്താം. ഇവരാണ് എന്നെ സഹായിക്കണത്. എല്ലാ കാര്യങ്ങളും അരിഞ്ഞൊക്കെ തന്നെ അത് അവരാണ്. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് നല്ലപോലെ തിരുമ്പി അതങ്ങോട്ട് മാറ്റി വെക്കണം കുറച്ച് നേരം. ഞാനിപ്പോൾ ഒരു മണിക്കൂറോളം ഞങ്ങളത് മാറ്റി വെച്ചിട്ടാ. കൂടുതൽ നേരം വെക്കും തോറും ടേസ്റ്റ് ആവും. പിന്നെ അത് കുക്കറിലോട്ട് ഇട്ടിട്ട് കുക്കർ അടിച്ച് അതങ്ങോട്ട് സ്റ്റൗ അങ്ങോട്ട് കത്തിച്ച്